ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. കഴിഞ്ഞ IPL ട്രേഡ് വിൻഡോയിൽ നടന്ന ഏറ്റവും വലിയ നീക്കം അത് മലയാളി താരമായ സഞ്ജു സാംസണിൻ്റെ ഒരു ട്രേഡ് തന്നെയാണ്. അതായത് പല ഫ്രാഞ്ചൈസികളും അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് സഞ്ജുവിനെ സ്വന്തമാക്കിയത്. കാരണം സഞ്ജുവിന് CSKയോടായിരുന്നു താല്പര്യം. അതിന് പകരമായിക്കൊണ്ട് രാജസ്ഥാൻ റോയൽസിന് രവീന്ദ്ര ജഡേജ, സാം കറൻ എന്നിവരെ ചെന്നൈ സൂപ്പർ കിങ്സ് കൈമാറുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ ഹനുമ വിഹാരി തൻ്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. അതായത് സഞ്ജുവിനെ ചെന്നൈ സൂപ്പർ കിങ്സ് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് അദ്ദേഹത്തിൻ്റെ ആരാധക പിന്തുണയാണ്, അതുപോലെ തന്നെ സഞ്ജുവിൻ്റെ ബ്രാൻഡ് വാല്യൂ ആണ് എന്നാണ് ഇപ്പോൾ ഹനുമ വിഹാരി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലാണ് ഇക്കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വിഹാരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സൗത്ത് ഇന്ത്യയിൽ വലിയ ആരാധക പിന്തുണയുള്ള ഒരു താരമാണ് സഞ്ജു സാംസൺ. IPLൻ്റെ കാര്യം എടുത്തു പരിശോധിച്ചാൽ അത് കേവലം ഒരു ക്രിക്കറ്റ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പലതും അടങ്ങിയതാണ്. ഒരു താരത്തെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് മാത്രമല്ല IPL ഉടമസ്ഥർ നോക്കുക, ടീമിനകത്തേക്ക് എത്രത്തോളം കൊമേഴ്ഷ്യൽ വാല്യൂ ആഡ് ചെയ്യാൻ താരത്തിന് കഴിയുമെന്നും അവർ പരിശോധിക്കും. വളരെയധികം ഫാൻ പവർ ഉള്ള ഒരു താരമാണ് സഞ്ജു സാംസൺ. എവിടെ കളിച്ചാലും അദ്ദേഹത്തിന് വേണ്ടി ആർപ്പ് വിളിക്കാൻ കേരള ഫാൻസ് ഉണ്ടായിരിക്കും. വരുന്ന സീസണിലേക്ക് യഥാർത്ഥത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ഓപ്പണർമാരെ ആവശ്യമില്ല, കാരണം അവർക്ക് ഓൾറെഡി ഓപ്പണർമാർ ഉണ്ട്. കൂടാതെ ഗെയ്ക്വാദിനെ വേണമെങ്കിൽ ഓപ്പണിംഗ് പൊസിഷനിൽ ഉപയോഗപ്പെടുത്താം. യഥാർത്ഥത്തിൽ സഞ്ജു സാംസണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ആവശ്യമില്ല. എന്നിരുന്നാലും അദ്ദേഹത്തെ കൊണ്ടുവന്നതിന് പിന്നിൽ മറ്റു പല കാരണങ്ങളും ഉണ്ട്. ഇതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ ഹനുമ വിഹാരി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് സഞ്ജു സാംസണിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ കൂടിയാണ് അദ്ദേഹത്തെ ചെന്നൈ സൂപ്പർ കിങ്സ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നാണ് ഇദ്ദേഹം നിരീക്ഷിച്ചിട്ടുള്ളത്. ഒരർത്ഥത്തിൽ ഇത് ശരിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം കേവലം ഒരു ബാറ്റർ മാത്രമായിക്കൊണ്ടല്ല സഞ്ജുവിനെ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. കൂടാതെ ഒരു പോസ്റ്റർ ബോയ് എന്ന രൂപത്തിലാണ് സഞ്ജു സാംസണെ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ധോണി അധികം വൈകാതെ പടിയിറങ്ങും. അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമിയായിക്കൊണ്ടാണ് സഞ്ജു സാംസണെ ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് പരിഗണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.